ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും അതായത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ, അതായത് കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണമെന്നും ഭഗവാന്റെ കൃപ എല്ലാ മക്കളിലേക്കും ഒഴുകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കൃഷ്ണനെ പറ്റി ഒരു സ്തുതിപ്പ് ചൊല്ലാം. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കാരുണ്യക്കടലേ നിൻ കടാക്ഷം, നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. കാരുണ്യക്കടലേ നിൻ കടാക്ഷം, നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കാരുണ്യക്കടലേ നിൻ കടാക്ഷം, നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. ഭക്തരെ പോറ്റുന്ന തമ്പുരാനെ, നിന്റെ ഭക്തരെ സന്തതം കാത്തിടണേ. ഭക്തരെ പോറ്റുന്ന തമ്പുരാനെ, നിന്റെ ഭക്തരെ സന്തതം കാത്തിടണേ. ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ നിത്യവും ഞങ്ങളെ കാത്തിടണേ. ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ നിത്യവും ഞങ്ങളെ കാത്തിടണേ. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കാരുണ്യക്കടലേ നിൻ കടാക്ഷം, നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. കാരുണ്യക്കടലേ നിൻ കടാക്ഷം, നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. ആനന്ദം ആനന്ദം ആനന്ദമേ, പരമാനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, പരമാനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ ലയമാനന്ദമേ. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി,
നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കാരുണ്യക്കടലേ നിൻ കടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. കാരുണ്യക്കടലേ നിൻ കടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി, നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി. കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി. നമുക്ക് ഭാഗവത പാരായണം ഭഗവാൻ കൃഷ്ണൻ നാരായണൻ മോഹിനി വേഷത്തോടെ അസുരന്മാരുടെയൊക്കെ ചെന്ന് അവരുടെ എല്ലാം കണ്ണുകളൊക്കെ കെട്ടിവെച്ചിട്ട് അമൃതവും പൊക്കിയെടുത്ത് ദേവന്മാരുടെ അടുക്കിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ അരക്കാൽ ക്ഷണം കൊണ്ട് എന്നിട്ട് അവരെല്ലാം കുളിച്ച് വൃത്തിയായി വന്നിട്ട് അമൃതമൊക്കെ ഭക്ഷിച്ച് പെട്ടെന്ന് തന്നെ ജരാനരയെല്ലാം മാറി സന്തോഷമായി അങ്ങനെ ഇരുന്നപ്പോഴാണ് ദാനവന്മാരെന്ത് ചെയ്തു? അവർ കണ്ണെല്ലാം കെട്ടഴിച്ച് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. മോഹിനിയും കണ്ടില്ല, അമൃതകലശവും കണ്ടില്ല. അങ്ങനെ എല്ലാവരും സന്നാഹത്തോട്, അതായത് ആയുധങ്ങളോട് ആയിട്ട് യുദ്ധത്തിന് വന്നു ദേവന്മാരോട്. നമ്മളതാണ് വായിച്ചുകൊണ്ടിരുന്ന ഒടുക്കം ദ്വന്ദ്വയുദ്ധം. ഈ രണ്ട് പേരും മഹാബലിയും ഇന്ദ്രനും അതുപോലെ അസുരന്മാരിലൊരാൾ ദേവന്മാരിലൊരാൾ അവരവരുടെ ബലം അനുസരിച്ചുള്ള രീതിയിൽ ആണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വായിച്ചു. എവിടം വരെ വായിച്ചു? ജംഭനെ വധിച്ച്, അതായത് വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ ഇവരെയൊക്കെ വധിച്ചിട്ട് ജംഭനെ വധിച്ചത് കണ്ട് അതിക്രോധത്തോടെ ജംഭാരി തന്നോടടുത്തിടാൻ നാമുചി, അതായത് മഹാബലി. അപ്പോൾ ജംഭനെയൊക്കെ വധിച്ചപ്പോൾ മഹാബലിക്ക് ദേഷ്യമുണ്ടായി. ജംഭാരി ആരാണ്? ഇന്ദ്രനെ അടുത്തു. ആരാ? നാമുചി, മഹാബലി. വമ്പേറും വലപാകന്മാർ, അതായത് അത് അസുരന്മാർ, വലനും പാകനും അവരുകളോട് ഉമ്പർകോൻ തുടർന്ന് അടുത്തിടാൻ യുദ്ധത്തിങ്കിൽ, അതായത് ഈ ദേവേന്ദ്രൻ സംഭ്രമിച്ചിടും വലപാകന്മാർ തലവെട്ടി ദംഭോളിധരൻ അടുത്ത നാമുചിയും. പിന്നെ എങ്ങനെയാ? അപ്പോൾ വലപാകന്മാരുടെ എല്ലാം തലവെട്ടി ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ആക്ക് വിഷമമായി നാമുചി മഹാബലിക്ക്. അപ്പം ജംഭാരി തന്നോട് അടുത്തിടാൻ നാമുചിയും ജംബനെ വധിച്ചത് കണ്ട് അതിക്രോധത്തോടെ ജംഭാരി തന്നോട്, അതായത് ഇന്ദ്രനോട് നാമുചി വന്നു. വമ്പേറും വലപാകന്മാരുമായ അവകളോട് ഉമ്പർകോൻ തുടർന്ന് അടുത്തിടാൻ യുദ്ധത്തിങ്കിൽ. സംഭ്രമിച്ചിടും വലപാകന്മാർ തലവെട്ടി ദംഭോളിധരൻ അടുത്ത നാമുചിയും തമ്മിൽ. ഇവരുടെ എല്ലാം തലവെട്ടിയപ്പോൾ ദംഭോളിധരൻ ചാരാണ്? ഇന്ദ്രനോടടുത്ത് ആര് വന്നു? വീണ്ടും നാമുചി, അത് മഹാബലി തമ്മിൽ വിക്രമിച്ചിടുമ്പോൾ അവനെ കൊന്നിടുവാൻ ശക്തനല്ലാതങ്ങുഴന്നിട ദേവേന്ദ്രനും. അപ്പോൾ അങ്ങനെ നാമുചി മഹാബലി വന്നപ്പോൾ മഹാബലിയെ വധിക്കാൻ ഇന്ദ്രന് പ്രയാസമായി. ഒരു കാരണവശാലും പറ്റാഞ്ഞ് ശക്തനല്ലാതങ്ങുഴന്ന് ദേവേന്ദ്രൻ വിഷമിച്ചു. അന്നേരം അശരീരി വാക്കിനാലുടൻ ജലം തന്നിലെ നുര കൊണ്ട് കൊന്നാനങ്ങ് അവനെയും. അങ്ങനെ ശക്തനല്ലാതെ വന്നപ്പോൾ ദേവേന്ദ്രന് അശരീരി വാക്ക് കേട്ടു. എന്താ? ജലം തന്നിലെ നുര കൊണ്ട് കൊല്ലാൻ. അത് വെള്ളം കൊണ്ടൊന്നും പറ്റത്തില്ല. അത് ഇയാൾ പല രീതിയിലും വരം വാങ്ങിച്ചു വെച്ചേക്കുക, ഒന്നിനാലും വധിക്കാതിരിക്കുക. അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ അതാ നുര, വെള്ളത്തിനകത്ത് ഒരു നുരയുണ്ടല്ലോ, പതഞ്ഞിരിക്കുന്ന ആ നുര. അതുകൊണ്ട് ജലം തന്നെ, അത് വെള്ളത്തിലെ നുര കൊണ്ട് കൊന്നാനങ്ങ് അവനെയും. ആരെയാ? മഹാബലിയെ. പിന്നെ അങ്ങടുത്തെതിരിട്ട ദാനവന്മാരെ കൊന്നുകൊന്നടുത്തിയിടം ദേവകൾ തമ്മോടെങ്ങും നിന്നുകൂടാ ഞങ്ങൊഴിച്ചിടിനാരാസുരകൾ അന്നേരം അവർകളെ രക്ഷിപ്പാൻ ദയാവശാൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും, അപ്പോൾ മഹാബലി പോയപ്പോൾ പിന്നെ തുരുതുരാന്ന് ദാനവന്മാരെ കൊല്ലാനുള്ള, കാരണം ഏറ്റവും ശക്തിമാൻ അങ്ങ് പോയല്ലോ. അങ്ങനെ അപ്പോൾ എന്ത് വന്നു? ബ്രഹ്മാവിന് ഇവരെല്ലാം തുല്യരാണല്ലോ. ബ്രഹ്മാവ് എല്ലാവരെയും സൃഷ്ടിക്കുന്ന പിതാവാണല്ലോ. അപ്പോൾ എല്ലാ ദാനവന്മാരും ചത്തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? നാരദനെ വിട്ടു യുദ്ധം അവസാനിപ്പിക്കാൻ. അപ്പോൾ കൊന്നു അടുത്തിയിടും ദേവകൾ തമ്മോട് എങ്ങും നിന്നുകൂടാ ഞങ്ങൾ ഒഴിച്ചിടുന്നാരസുരകൾ അന്നേരം അവരുകളെ രക്ഷിപ്പാൻ, അസുരന്മാരെ രക്ഷിപ്പാൻ ദയ തോന്നി ദയാവശാൽ നാരദൻ തന്നെ പറഞ്ഞയച്ചാൻ ചതുർമുഖൻ. അതായത് ബ്രഹ്മാവ് പറഞ്ഞയച്ചു നാരദനെ.
പാരാത ദേവന്മാരെ വാങ്ങിച്ചാൻ മുനീന്ദ്രനും. അങ്ങനെ ഇനി നിങ്ങൾ മതിയാക്കൂ, തിരിച്ചു പിടിച്ചു. വാങ്ങിച്ചാന്ന് വെച്ചാൽ യുദ്ധത്തിന് ഇനി വേണ്ട, മതിയാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പിടിച്ചു മുനീന്ദ്രൻ ഇത് ദേവന്മാരെ. പോരതിൽ ജയിച്ച അതിബോധമാർന്ന അമരകൾ. എന്നാലും അവരാണല്ലോ ജയിച്ചത്. മഹാബലി പോയപ്പോൾ പിന്നെ ജയമാണല്ലോ. അങ്ങനെ ജയിച്ചാൻ അമരകൾ ദേവന്മാർ ജയിച്ചിട്ട് ആരവപൂരത്തോടും ആലയെ മേവിടിനാർ. അവർ സന്തോഷമൊത്ത ആരവത്തോട് അത്രമാത്രം ആഘോഷത്തോടു കൂടി തന്നെ അവിടെ ആലയെ ദേവലോകത്ത് അവരെല്ലാം ചെന്ന് മേവിടിനാർ. ദാനവരും മഹാബലിയെ എടുത്ത് കൊണ്ടാനദാനന്മാർ പോയാലയം പുക്കിടിനാർ. മരിച്ച മഹാബലിയെ കൂടെ ദാനന്മാരെന്ത് ചെയ്തു? അവരെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മാനസം തളർന്ന അഭിമാനഹാനിയെ ചിന്തിച്ച് ആനന്ദവിഹീനരായി മേവിന പൊഴുതിങ്കൽ. അങ്ങനെ മനസ്സെല്ലാം തളർന്ന അഭിമാനമൊക്കെ പോയി അഭിമാനഹാനിയെ ചിന്തിച്ച് ആനന്ദമില്ലാതെ, വിഹീനം വെച്ചാൽ ആനന്ദമൊന്നും ഇല്ല ആ ദാനവന്മാർക്ക്, അസുരന്മാർക്ക്. കാരണം മഹാബലി പോയില്ലേ. അങ്ങനെ മേവിന പൊഴുതെങ്കിൽ എന്ത് വന്നു? അപ്പോൾ ശുക്രനാൽ ഉണർന്നു ജീവിച്ചുടൻ മഹാബലി വിക്രമശാലി സുഖിച്ചങ്ങനെ വാണിയിടിനാൻ. അപ്പോൾ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞൊരു എന്തോ ഒരു മന്ത്രമോ ഏതാണ്ടുണ്ട് ഈ ശുക്രാചാര്യർക്ക്. അങ്ങനെ ശുക്രാചാര്യൻ എന്തു എന്ന് ശുക്രൻ മഹാബലിയെ ജീവിപ്പിച്ചു. അങ്ങനെ അപ്പോഴും പിന്നെ എന്ത് ചെയ്ത് മഹാബലി വിക്രമശാലിയായ ഈ മഹാബലി സുഖിച്ചങ്ങനെ പിന്നെ വാണിയിടിനാൻ. സന്തോഷമായിട്ട് അയാളും വാണു. കാരണം ദേവന്മാരെല്ലാം ജയിച്ചല്ലോ. എങ്കിലും മഹാബലി മരിച്ചു പോയെങ്കിലും ശുക്രാചാര്യ രക്ഷിച്ചു, ജീവനിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു കാലം നാരായണൻ അങ്കനാവേഷം ധരിച്ചുൾക്കാമ്പിൽ ആസുരകളൊക്കെ മോഹിക്കും വണ്ണം ചിക്കനെ ചമഞ്ഞു ചെന്നമൃതം വീണ്ടുകൊണ്ട് മൈക്കണ്ണി മണി തന്നെ കാൺമാനായി അപേക്ഷിച്ചാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഇവരെല്ലാം അവരവരുടെ കാര്യം നോക്കി ദേവന്മാർ ജയിച്ച് ആരവപൂരത്തോടൊക്കെ നിന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാൻ പരമശിവനൊരു മോഹം. ഭഗവാൻ നാരായണൻ ചിക്കനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മോഹിനി വേഷം പോയിട്ട് എങ്ങനെയായി എല്ലാ ദാനവന്മാരെയും ഇത്രമാത്രം മോഹിപ്പിച്ചത് എങ്ങനെയാണെന്നറിയണം ഭഗവാൻ പരമശിവന്. ഇത്രയും പെൺവേഷ അങ്കനമ, അത് പെണ്ണായിട്ട് മോഹിനിയായിട്ട് എങ്ങനെ അക്കാലം ഭഗവാൻ നാരായണൻ അങ്കനാ വേഷം ധരിച്ചത് എങ്ങനെ? ഉൾക്കാമ്പിൽ ഈ അസുരന്മാരുടെ എല്ലാം ഉള്ളിനകത്ത് ഒന്നിനൊന്ന് മെച്ചം പോലെ ഈ എല്ലാവരും ഈ അങ്കനാ സ്ത്രീ, അതായത് ഈ അങ്കനയെ കണ്ട് മോഹിച്ചു. എനിക്ക് വേണം ഈ സുന്ദരിയെ, എത്രമാത്രം സുന്ദരത്വമാണെങ്കിൽ അതിനെ എനിക്കൊന്ന് കാണണമെന്ന് പരമേശ്വരൊരു മോഹം. ഉൾക്കാമ്പിൽ അസുരന്മാർക്കെല്ലാം ഇങ്ങനെ മോഹിച്ചെങ്കിൽ ചിക്കനെ ചമഞ്ഞ് എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ചിക്കനെ ഇങ്ങനെ വേഷം മാറി ചെന്ന് അമൃതം വീണ്ടുകൊണ്ട് അതെങ്ങനെ ഈ മൈക്കണ്ണി മണി? എന്നാൽ എനിക്കും ആ മണിയെ തന്നെ കാണുവാനായി അപേക്ഷിച്ചാൽ അങ്ങനെയുള്ള മൈക്കണ്ണി മണിയെ സുന്ദരി മണിയായ ഈ മോഹിനിയെ കാണണമെന്ന് പരമേശ്വരൻ അപേക്ഷിച്ചു. ഭഗവാൻ നാരായണനോട് അപേക്ഷിച്ചു. ഇത്രയും അസുരന്മാരെ മോഹിപ്പിച്ചെങ്കിൽ എനിക്കതൊന്ന് കാണണമെന്ന് ഭഗവാൻ പരമശിവൻ. അപ്പോൾ മുക്കണ്ണൻ അത് കാണുവാൻ ആഗ്രഹിക്ക വേണ്ട എന്ന് ഭഗവാൻ നാരായണൻ തിരിച്ചു പറഞ്ഞു. മുക്കണ്ണാർ അത് കാണുവാൻ ആഗ്രഹിക്കേണ്ട. അപ്പോൾ മൈക്കണ്ണി മണി തന്നെ കാണുവാൻ അപേക്ഷിച്ചാൻ മുക്കണ്ണൻ. പരമശിവൻ അത് ആഗ്രഹിച്ചു. അപ്പോൾ അത് കാണുവാൻ ആഗ്രഹിക്കേണ്ട എന്നാര് പറയുന്നു? നാരായണൻ. എന്നെ അങ്ങനെ ഒരു മോഹിനിയായിട്ടൊന്നും പരമശിവൻ കാണണ്ട എന്ന് ഭഗവാൻ നാരായണൻ പറഞ്ഞു. ഭഗവാൻ ഇക്കാലം എനിക്കത് കാണണമെന്നാണ് ഈശൻ. അപ്പോൾ എനിക്കത് കണ്ടേ പറ്റുമെന്ന് പരമശിവനും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സുന്ദരിയെ കാണണം എന്ന് മുക്കണ്ണൻ ഭഗവാൻ പരമശിവൻ പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കണ്ട എന്ന് ഭഗവാൻ നാരായണൻ പറഞ്ഞപ്പോൾ അല്ല ഭഗവാൻ ഇക്കാലം എനിക്കത് കാണണമെന്നാണ് പരമശിവനും. രണ്ടുപേർക്കും കാണണ്ടെന്നും കാണണമെന്നും. എങ്കിൽ ഞാൻ കാട്ടിയിടുവനെന്നരുൾ ചെയ്തു നാഥൻ, എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് ഭഗവാൻ നാരായണൻ. പങ്കജനാഭൻ മറഞ്ഞിടിനോരനന്തരം. അങ്ങനെ ഭഗവാൻ നാരായണൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി മറഞ്ഞു. കാരണം ഒരുങ്ങിയൊക്കെ വേണ്ടേ, പെൺവേഷം കെട്ടണമെങ്കിൽ പെട്ടെന്നങ്ങ് പറ്റുമോ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടുന്ന് അങ്ങ് മറഞ്ഞു പോയിട്ട് ശങ്കരൻ, അതായത് പരമശിവൻ, ഗിരിജയ പാർവതീദേവി ഭൂതസഞ്ചയത്തോടും ഭൂതഗണങ്ങളോടും പങ്കജനേത്രൻ തന്നെ സ്തുതിച്ചു നിൽക്കും നേരം. അങ്ങനെ ഗിരിജ എന്ന് പറഞ്ഞാൽ പാർവതി, ഗിരി പർവ്വതത്തിൻ്റെ മകളാണല്ലോ പാർവതിയും ഭൂതഗണങ്ങളും ഭഗവാൻ ശങ്കരനും കൂടെ ഭഗവാനെ നാരായണനെ പങ്കജനേത്രനെ ഭഗവാൻ നാരായണനെ
സ്തുതിച്ചങ്ങനെ നിൽക്കുന്ന ഭഗവാന്റെ അത്ഭുതങ്ങൾ ആ മോഹിനിയുടെയൊക്കെ ചിന്തിച്ചും ഭഗവാനെ എല്ലാവരും കൂടെ ഇങ്ങനെ സ്തുതിച്ച് നിൽക്കുന്നു. അപ്പോൾ ചിത്തമോഹനകര ആനന്ദമായി വിളങ്ങിനൂർ ഉദ്യാന മധ്യത്തിങ്കൽ ഉത്തമ ദിവ്യസ്ഥലേ മത്തവാരണ പ്രിയഗാമിനി മന്ദം മന്ദം. അങ്ങനെ ഈ ഭഗവാൻ പരമശിവനും പാർവതിയും ഭൂതഗണങ്ങളെല്ലാം ഭഗവാനെ നാരായണനെ സ്തുതിച്ച് നിന്നപ്പോൾ ചിത്തമോഹനകരം ആനന്ദമായി മനസ്സിന് ചിത്തം നമ്മുടെ മനസ്സിന് ഭഗവാന്റെയൊക്കെ മനസ്സിന് മോഹനകര ആനന്ദമായി വിളങ്ങിന ഒരു ഉദ്യാനം ഉണ്ട് അവിടെ. ആ ഉദ്യാന മധ്യത്തിങ്കിൽ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഉദ്യാനത്തിൻ്റെ നടുമധ്യത്തിൽ എങ്ങനെ മധ്യത്തിൽ ഉത്തമ ദിവ്യസ്ഥലമായിരിക്കുന്ന ആ സ്ഥലത്ത് മത്തവാരണപ്രിയഗാമിനി മത്ത് പിടിച്ച കണക്ക് ആനകളെങ്ങനെ മത്തവാരണങ്ങളാവുന്നേ അതായത് അത്രമാത്രം എന്താ പറയുന്നേ മതിച്ച് നടക്കത്തില്ലയോ ആനകൾ ആന അങ്ങനെ തന്നെ ഈ പ്രിയഗാമിനി ഭഗവാൻ നാരായണൻ കുണുങ്ങിയൊക്കെ നല്ല വേഷഭൂഷാദികളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് മന്ദമൊക്കെ ഇങ്ങനെ മുക്തഹാസവും പൂണ്ട് നല്ല മുഖത്തോട് പുഞ്ചിരിയോടുകൂടി ആര് കണ്ടാലും ഈ അസുരന്മാരെല്ലാം മോഹിച്ചതുപോലെ ഒന്നും കൂടെ ഇരട്ടിക്കും. കാരണം പരമശന് ഒന്നുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചണം. ഈ എന്താ പറയുക അസുരന്മാർക്ക് അത്ര ഭംഗിയില്ലല്ലോ, അവരങ്ങ് ഭഗവാനെ ഈ മോഹിനിയെ ഇഷ്ടപ്പെടും. പക്ഷേ പരമശിവൻ കാണണമെങ്കിൽ ഒത്തിരികൂടെ നന്നായി ഒരുങ്ങി കാണും കണ്ണ് അതാ ഭഗവാൻ നാരായണൻ എന്നാണ് എൻ്റെ ഇത്. അതുകൊണ്ട് മത്തവാരണപ്രിയ ഗാമിനി മന്ദം മുക്തഹാസവും പൂണ്ട് മുക്തയായി തോന്നിയിടിനാൾ അത്രമാത്രം ഇഷ്ടത്തോട് തന്നെ തോന്നത്തക്കൊണ്ടങ്ങ് സുന്ദരിയായിട്ട് സർവ അവയവാംഗ സുന്ദരിയ സർവ അവയവങ്ങളും സുന്ദരം, കൈയും കാലും വിരളും ഇളിയും നടുവും എന്ന് വേണ്ട സ്ത്രീക്ക് എത്രമാത്രം സൗന്ദര്യമുണ്ടോ ഓരോ അവയവത്തിനും കണ്ണിനും പുരികത്തിനും എല്ലാം മുടി പൂഞ്ചായലും അതാണ് സർവ അവയവ അംഗം എല്ലാ അവയവങ്ങളും സുന്ദരിയായ സ്ത്രീരത്നത്തെ അങ്ങനെ സർവ അവയവാംഗ സുന്ദരിയാം സ്ത്രീരത്നത്തെ സർവഭൂഷണ പരിഭൂഷിതയായി ചെമ്മേ പൂഞ്ചായലഴിഞ്ഞു പൂനിരകൾ ചോരച്ചോരെ കാഞ്ചന കുംഭം തൊഴും കൊങ്കകൾ കുലങ്ങത്തൻ പൂഞ്ചേല കാഞ്ച തുടർന്നിടുന്ന തുടയിണ ചാഞ്ചല്യകരം ഇടചേർന്ന അതിമിളൽ പ്രഭാ ചാഞ്ചാടി കൊടി നടുവുല പന്താടുമ്പോൾ തേൻ ചൊല്ലാൾ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്താലേ. അങ്ങനെ ഇങ്ങനെയുള്ള സർവ്വ അവയവങ്ങളും സുന്ദരം എനിക്ക് എടുത്തിനെ പറയാനോ വർണ്ണിക്കാനോ എനിക്ക് ഇങ്ങനെയുള്ള വർണ്ണന എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതെല്ലാം വേദവ്യാസ മഹാമുനിക്ക് ഇതൊക്കെ പറ്റൂ. അതുകൊണ്ട് അത് ഭഗവാനാണല്ലോ. ഇതെന്ന് വെച്ചാൽ ആ നടുവ് അത് പന്ത് ഇങ്ങനെ തട്ടി അടിച്ചടിച്ചേക്കും സ്ത്രീകൾക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക എനിക്കത് പറയാൻ അറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. അപ്പോൾ നന്നായി നടുവൊക്കെ ഉലച്ച് അത് പൃഷ്ഠമൊക്കെ അങ്ങോട്ടൊക്കെ ഇട്ടിട്ട് പൂഞ്ചായാലും മുടിയൊക്കെ കഴിച്ചിട്ട് സുന്ദരി എല്ലാം കൊണ്ടൊരു സുന്ദരി. അത് കണ്ടപ്പോൾ അങ്ങനത്തെ ചാഞ്ചാടി കൊടി ഉലയ പന്താടുമ്പോൾ നടുവൊക്കെ ഉലഞ്ഞ് അങ്ങോട്ടോട്ടൊക്കെ പന്തടിക്കുന്ന പോലെ അടിച്ചടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പന്ത് ആടും, പന്ത് ഇങ്ങനെ ഇട്ട് കളിക്കൂലേ അങ്ങനെ ആടുമ്പോൾ തേൻ ചൊല്ലാൾ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്താലേ. ഇങ്ങനെയുള്ള സുന്ദരി തേൻ ചൊല്ലാളായിരിക്കുന്ന ഈ സുന്ദരിയെ കണ്ടുണ്ടായി ആര് കണ്ടു? പരമശിവൻ. അപ്പോൾ സംഭ്രമത്താലേ വാഞ്ചയ തുടർന്നുടൻ പിന്നാലെ കൂടെ ചെന്ന് അങ്ങനെ ഭഗവാൻ വാഞ്ചയ അത്രമാത്രം ആർത്തി പൂണ്ട് ഭഗവാൻ എന്താ പറയുക ഈ അങ്കനയുടെ അത് ഭഗവാൻ നാരായണനാണല്ലോ സ്ത്രീ വേഷം. അത്രമാത്രം സുന്ദരിയുടെ പിന്നാലേ കൂടെ ചെന്ന് ഭഗവാൻ പരമേശ്വരൻ പിന്നെ എന്നിട്ട് താൻ ചാരേ നിന്നാൻ ഈശൻ അന്നേരം പവനനാൽ. അപ്പോൾ താൻ ചാരേ അത് ഭഗവാൻ നാരായണൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിന്നാൻ ഈശൻ അന്നേരം ഭഗവാൻ പരമേശ്വരൻ രണ്ടുപേരുടെ ചേർന്ന് നിന്നിട്ട് അപ്പോൾ പവനനാൽ കാറ്റുകൊണ്ട് ആഹൃതാംബരയായി കണ്ട അനംഗ വിവശനായ ആഹന്ത ബലാൽ. അങ്ങനെ ഭഗവാന് പെണ്ണിൻ്റെ വേഷാമം സാരിയോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ, അത് കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും പറക്കുമല്ലോ. പവനൻ കാറ്റാണ്. അപ്പോൾ ഇങ്ങനെ പന്തടിച്ച് നിന്ന് കുണുങ്ങി സുന്ദരിയായിട്ട് അതായത് ഈ പൂന്തോട്ടത്തിൽ ഈ എന്താ പറയുക എവിടെ ഇത് ഉദ്യാനം
നല്ല സുന്ദരമായ ഉദ്യാന മധ്യത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഈ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ പന്തടിച്ച് ആ ദേഹമൊക്കെ അത്രമാത്രം സുന്ദരത്തോട് നിന്നപ്പോൾ പവനനാൽ കാറ്റ് കൊണ്ട് ആഹൃതാംബരയായി കണ്ട അനങ്ക വിവശനായ ആഹന്ത, അതായത് വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചു പറത്തുമല്ലോ, അങ്ങനെയൊക്കെ അത് കണ്ടപ്പം വിവശനായി. ആരാ ഇത് കണ്ടപ്പം? പിന്നെ അന്നേരം തന്നെ പരമേശ്വരൻ ഒരു പ്രത്യേക പുരുഷനല്ലേ, നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ പുരുഷന്മാരുടെ തന്നെ ചേലുകൾ എല്ലാവരെയും അല്ലേ മക്കളെ പറയുന്നത്. നല്ല നല്ല സുന്ദരനായ എന്ന് വെച്ചെങ്കിൽ പരമേശ്വരൻ മോശമാണോന്നല്ല, ഇത്രയും ഇങ്ങനെ വർണ്ണിച്ചേക്കുന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ആരും മോശമൊന്നുമല്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പരമശിവൻ വിവശനായ ഹന്ത ബലാൽ വന്നോരിന്ദ്രിയ സ്ഖലനത്താൽ, അങ്ങനെ ബലാലാണ് വന്നേക്കുന്നത്, മനഃപൂർവ്വമായിട്ട് വരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബലാൽ വന്നോർ ഇന്ദ്രിയ സ്ഖലനത്താൽ ഭൂമിയിൽ ദ്രവിച്ചങ്ങ് നിരന്നുള്ളയിടം തന്നെ ഹേമവും രജതവും വിളയും കഴനി പോൽ. അങ്ങനെ ഭഗവാന്റെ ആ ബലാൽ വന്നൊരു സ്ഖലനം കൊണ്ട് ഭൂമിയിലെല്ലാം ദ്രവിച്ചങ്ങ് എന്താ വന്നേ? ഹേമം, സ്വർണവും വെള്ളിയും ഒക്കെ അങ്ങ് വിളയും കഴനി പോൽ. പിന്നെയും പരിഭ്രമത്തോട് ശങ്കരൻ ചെന്ന് തന്നൊങ്കി തന്നെ പുണർന്നിടിനാൻ പരവശാൽ. എന്നിട്ട് ആ സ്ത്രീ അത്ര സുന്ദരിയായോണ്ട് പരമശന് പോകാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ചെന്ന് കെട്ടിപ്പിടിക്കുക, പുണരുക. സത്യത്തിൽ ഒരു പെണ്ണാണെന്നങ്ങ് സങ്കല്പിച്ച് കാണും. ഉള്ളമൊക്കെ അങ്ങ് മതിമറന്നുപോയി കാണും പരമശിവൻ കണ്ടപ്പോൾ. അങ്ങനെ ഭഗവാൻ തന്നെങ്കിൽ തന്നെ നാരായണനെ തന്നെ ചെന്നങ്ങ് പുണർന്നു പരവശപ്പെട്ടിട്ട്. എന്നിട്ടോ സ്വസ്ഥനായി ആശ്വസ്തനായി ഇടിനാൻ മഹാദേവൻ. അങ്ങനെ എല്ലാം കൊണ്ടങ്ങ് പിന്നെ എല്ലാം സന്തോഷമായി സ്നേഹത്തോട് ചെന്ന് പുണർന്ന് പരവശപ്പെട്ടപ്പോൾ അവിടെ സ്വസ്ഥനായി. എന്തായാലും കിട്ടിയല്ലോ, ചെന്ന് പുണർന്നല്ലോ. എൻ്റെ സത്യത്തെ ഭഗവാൻ പരമേശ്വരൻ നാരായണൻ ഒന്നല്ലേ, തങ്ങൾ തന്നെ കെട്ടിപ്പിടിച്ചെന്നൊക്കെ ചിന്തിച്ചാൽ മതി. നമുക്ക് അത്ര ചിന്തിച്ച, കാരണം ഭഗവാൻ തന്നെ പരമാത്മാവ് തന്നെ എല്ലാം ഒന്ന് തന്നെയാണ്. നാരായണൻ തന്നെ കെട്ടിപ്പിടിച്ചു, അല്ലെ പരമേശ്വരൻ തന്നെ കെട്ടിപ്പിടിച്ചു, പുണർന്നു സ്വസ്ഥനായി. അതിനുശേഷം സ്വസ്ഥനായി ആശ്വസ്തനായി ഇടിനാൻ മഹാദേവൻ. പുത്രനെ കൊടുത്തെഴുന്നള്ളിനാൻ മുകുന്ദനും. ഭഗവാൻ പരമശിവൻ ആശ്വസ്തനായി സ്വസ്ഥനായി. എന്നാൽ ഇവിടെ മുകുന്ദൻ എന്ത് ചെയ്തു? ഭഗവാൻ നാരായണൻ ഒരു പുത്രനെ കൊടുത്തെഴുന്നള്ളി പോയി. ഒരു പുത്രനെ കൂടെ പിടിച്ചോ, പരമേശ്വരൻ കൊണ്ടുവെക്കോ. എന്തായാലും കെട്ടിപ്പിടിച്ച് പുണർന്നപ്പോൾ ഒരു കുട്ടിയെ കിട്ടി. അപ്പോൾ ആ കുട്ടിയെ കൊടുത്ത് പരമേശ്വരൻ കൊണ്ടിട്ട് നാരായണൻ ഭഗവാന്റെ കാര്യം പോക്കി അങ്ങ് പോയി. ആരണ്ട് പറഞ്ഞോ ചെന്ന് പുണരണോന്ന്? അതുകൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെ വിചാരിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്ക് തന്നെ കൊടുത്തു കുട്ടിയെ. അങ്ങനെ പുത്രനെ കൊടുത്ത് എഴുന്നള്ളിനാൻ മുകുന്ദൻ എഴുന്നള്ളി അവിടുന്ന് പോയി. ഭഗവാൻ നാരായണൻ പുത്രന്മാരോടും ഭൂതസഞ്ചയത്തോടും ഗിരീന്ദ്രോത്തമ ആത്മജയോടും കൂടവേ ഗിരീശനും ബദ്ധമോദേന മുതിർന്ന് അദ്രിമന്ദിരം പ്രാപിച്ച് ത്രിലോകേശൻ പരമാനന്ദിച്ചരുളിനാൻ. അങ്ങനെ ഭഗവാൻ പരമശിവൻ എന്ത് ചെയ്തു? അതായത് പുത്രന്മാരോടും, കാരണം മറ്റു പുത്രന്മാരുണ്ടല്ലോ, ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യം എല്ലാവരും കൂടെ ആണല്ലോ വന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് അവിടെ എല്ലാവരും ഈ ദേവി, അതായത് ഗിരിജ, പിന്നെ പാർവതിയും ഭൂതഗണങ്ങളും ഭഗവാന്റെ മക്കളും എല്ലാവരും കൂടെ എവിടേക്ക് പോയി? മുതിർന്ന് അദ്രിമന്ദിരം പ്രാപിച്ച് ഈ ത്രിലോകേശൻ പരമാനന്ദിച്ചരുളനൻ. ത്രിലോകം, 3 ലോകത്തിൻ്റെ ഈശനായ ഭഗവാൻ പരമാനന്ദിച്ച് അരുളിനാൻ. സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ വിരിഞ്ചനും. അപ്പൊ ബ്രഹ്മാവ് എവിടേക്ക് ചെന്ന്? സത്യലോകത്തേക്ക് പോയി. നിത്യവും തെളിഞ്ഞു വാണിടിനാർ അമരരും. അപ്പൊ ദേവന്മാര് സന്തോഷമഴ തെളിഞ്ഞു തന്നെ അവരും പോയി. പത്മിനിയോടും ധരാദേവി തന്നോടും ചേർന്ന് പത്മനാഭനും വൈകുണ്ഠാലയെ ഫണീന്ദ്രനാം മെത്തമേൽ അഖില ലോകങ്ങളും സൃഷ്ടിച്ച് അപ്പോൾ ഇവിടെ നിത്യവും തെളിഞ്ഞു വാണിടുന്ന ദേവന്മാരുമായി പത്മിനിയോടും, അതായത് ഭഗവാന്റെ ദേവിയോടും ലക്ഷ്മിയോടും ധരാദേവി ഭൂമി ദേവിയോടും 2 ഭാര്യമാർ, അതായത് ഒന്ന് പത്മിനിയായി, നമ്മൾ എന്താ പറയുക, പാലാഴിൽ നിന്ന് ഭഗവതി ദേവി ലക്ഷ്മി ദേവി വന്നില്ലേ, ശ്രീ ലക്ഷ്മി ദേവി, ആ ഭാര്യയും ഭൂമി ദേവിയും എവിടെ പോയി ചേർന്ന്? പത്മനാഭനും വൈകുണ്ഠാലയെ ഫണീന്ദ്രനാം മെത്തമേൽ. ഫണീന്ദ്രൻ എന്താ? അനന്തൻ്റെ ചുറ്റിച്ചുരുട്ട മത്തേലല്ലേ ഭഗവാന്റെ ശയനം. അതുകൊണ്ട് വൈകുണ്ഠലത്തിൽ പോയി ഭഗവാനും ഭഗവാന്റെ പത്നിമാരും ചേർന്ന് ഫണീന്ദ്രനാകുന്ന മെത്തമേൽ അഖില ലോകങ്ങളെ സൃഷ്ടിച്ച്
കാത്തര്യം അഴിച്ച് കൊണ്ടങ്ങനെ നിജമായ ചിത്തവും അനുസരിച്ച് ആനന്ദിപ്പിച്ചു. യോഗ നിദ്രയും തുടങ്ങിനാനൊക്കെയും താനായവൻ. അങ്ങനെ ഭഗവാൻ താനായവനാരാണ്? പരമാത്മാവായ നാരായണൻ. ആ ഭഗവാൻ ഇതെല്ലാം ചെയ്തിട്ട് ചിത്തം അനുസരിച്ച് ആനന്ദിപ്പിച്ച് എല്ലാവരെയും. എന്നിട്ട് ഭഗവാൻ ഇവിടെ പോയി യോഗ നിദ്ര തുടങ്ങി. ഭഗവാൻ ധ്യാനത്തിലായി. യോഗ നിദ്രയും ഇവിടെ മെത്തമേൽ ആരുടെ മെത്തയാ? അനന്തൻ്റെ, അതായത് സർപ്പം. ശേഷൻ എന്ന് പറഞ്ഞാൽ അനന്തശയനം, അത് ബലരാമനാണ്. ആ അനന്തശയനാണ് ബലരാമനായിട്ടൊക്കെ രോഹിണിയുടെ മകനായിട്ടൊക്കെ അവതരിച്ചത്. അപ്പോൾ ആ മെത്തയിൽ ഭഗവാൻ ശയിക്കുന്നിടത്ത് ചെന്ന് യോഗനിദ്ര കിടന്ന് യോഗസ്ഥനായിട്ട് ഭഗവാൻ കിടന്ന് നിദ്ര തുടങ്ങി. ഞാനൊക്കെയും താനായവൻ ഭഗവാൻ നാരായണൻ. താനിതൊക്കെയും തന്നാൽ ഓരോരോ ഭേദങ്ങളാൽ സാനന്ദം കളിക്കുന്നോനെന്നറിഞ്ഞാലും സഖേ. അങ്ങനെ ഭഗവാൻ താനായവൻ പരമാത്മാവ് താൻ ഇതൊക്കെയും ഭഗവാൻ നാരായണൻ എന്തും നമുക്ക് പറയാനൊക്കെ അത്രമാത്രം ആനന്ദമാണ് പരമാത്മാവിനെ പറ്റി പറഞ്ഞാൽ. നാരായണനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ താനായവൻ താൻ ഇതൊക്കെയും ഭഗവാൻ തന്നെ ഇതൊക്കെയും തന്നാൽ ഓരോരോ ഭേദങ്ങളാൽ ഭഗവാൻ എന്തൊക്കെയാ ചെയ്യുന്ന അങ്ങനെ ഓരോരോന്ന് ചെയ്ത് സാനന്ദം അത്രമാത്രം സന്തോഷമായിട്ട് കളിക്കുന്നോനെന്നറിഞ്ഞാൽ സഖി. ഭഗവാന്റെ വിഷ്ണുമായ കൊണ്ട് എന്തെല്ലാം രീതിയിലാണ് ഈ ലോകത്ത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കളിക്കുന്നു. അത് വിഷ്ണുമായ അങ്ങനെ അറിഞ്ഞാലും സഖി ഭഗവാനെ കൊണ്ടേ ഇതെല്ലാം സാധ്യമാകൂ. നമുക്കിനി അടുത്ത ദിവസം വായിക്കാം ഇതിൻ്റെ ബാക്കി. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.